ഓക്കെ, അപ്പോൾ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററോട് കയറാം. സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് എടുക്കാനുള്ളത് ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സുവോളജിയിലെ 11th സ്റ്റാൻഡേർഡിലെ ഏറ്റവും എന്താ പറയുക ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ലൈക്ക് പ്യൂർലി സ്റ്റിക്ക് ഓൺ ടു ദ തിയറി പാർട്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുള്ളൊരു ചാപ്റ്ററാണ്. അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ഹ്യൂമൻ ഫിസിയോളജിയിലൂടെ വരികയാണെങ്കിൽ കുറച്ചുകൂടി രസമായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, എന്താ ഒരു കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണെന്ന് പറയാം. അപ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും, എങ്കിലും ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഒരു മൾട്ടിപ്പിൾ എപ്പിസോഡ്സിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ള ഒരു മുമ്പത്തെ ചാപ്റ്റർ എടുത്ത പോലെ ഒരു 3 എപ്പിസോഡ് 4 എപ്പിസോഡൊന്നും തീരുന്ന ചാപ്റ്ററല്ല ഈ ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് ചാപ്റ്റർ. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ലോലി എടുത്തിട്ട് പോവാം. അപ്പോൾ ഈ ചാപ്റ്ററോട് കയറുമ്പോൾ നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്, നിങ്ങളിപ്പോൾ +1 ബോട്ടണി ചാപ്റ്ററിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ പഠിച്ചിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഈ ലോകത്തുള്ള മൊത്തം ഓർഗാനിസത്തിനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു അല്ലേ. കരോളസ് ലിനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തന്നു. പിന്നീട് അത് RH വിറ്റാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തന്നു. ഏതൊക്കെയാണ് 5 കിങ്ഡംസ്? കിങ്ഡം മൊനേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമാലിയ. അതിലെ പ്രോട്ടിസ്റ്റ, മൊനേറ, ഫംഗൈ ഇത് മൂന്നും ആ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെ. പിന്നെ കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അഥവാ പ്ലാന്റ് കിങ്ഡം, അതിന് സെപ്പറേറ്റ് ബോട്ടണിയിൽ തന്നെ ചാപ്റ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന 5ാമത്തെ കിങ്ഡമാണ് കിങ്ഡം ആനിമാലിയ എന്ന് പറയുന്നത് അല്ലേ, ആനിമൽ കിങ്ഡം. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കിങ്ഡത്തിനകത്താണ് എല്ലാ ആനിമൽസും ഒക്കെ റൈറ്റ് ഫ്രം എ സ്മോൾ എന്താ പറയുക പോറിഫറ എന്ന് പറഞ്ഞിട്ടുള്ള സ്പോഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസം മുതൽ വലിയ നമ്മളിപ്പോൾ കാണുന്ന വലിയ ഓർഗാനിസം ആയിട്ടുള്ള എലിഫന്റ് ആയാലും അല്ലെങ്കിൽ ബ്ലൂ വെയിൽ ആയാലും ഇതൊക്കെ വരുന്ന ഒരു കിങ്ഡമാണ് എന്ത്, ഈ കിങ്ഡം ആനിമാലിയ എന്ന് പറയുന്നത്. നമുക്ക് ഇവരൊക്കെ കുറിച്ച് എന്ത് ചെയ്യണം, വീണ്ടും സബ് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്, നമുക്കതൊക്കെ വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് നമുക്ക് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാം, ആനിമൽ കിങ്ഡം. അപ്പോൾ ഈ കിങ്ഡത്തിന്റെ അകത്ത്, അതായത് കിങ്ഡം ആനിമാലിയിലുള്ള എല്ലാ ഓർഗാനിസം കൂടെ ടോട്ടലി കാണിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഓരോ ഓർഗാനിസത്തിനും അവരുടെ ഫൈലത്തിനനുസരിച്ച് സെപ്പറേറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കൂടാതെ ജനറലി ആസ് എ ഹോൾ എല്ലാ ഓർഗാനിസത്തിനും നമ്മൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അവർ സാധാരണമായി കാണിക്കുന്ന കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ആനിമൽ കിങ്ഡത്തിൽ വരുന്ന എല്ലാ ഓർഗാനിസത്തിന്റെ ആ ബേസിക് പ്രോപ്പർട്ടീസ് ആണ് ഞാൻ ഇതിവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ സെപ്പറേറ്റ് തരാം കേട്ടോ. അപ്പോൾ നോക്കാം. ആ ഫസ്റ്റ് പോയിന്റ് നമുക്ക് വായിച്ചു നോക്കാം. ദേ ആർ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സ് വിത്തൗട്ട് എനി എക്സെപ്ഷൻ. അതാണ് ഫസ്റ്റ് പോയിന്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കിങ്ഡത്തിലുള്ള കിങ്ഡം ആനിമാലിലുള്ള എല്ലാ ഓർഗാനിസം ദേ ആർ മൾട്ടി സെല്ലുലാർ. ഓക്കെ, ഈ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് പ്രോകാരിയോട്സ് ഒക്കെ നമ്മൾ ലോവർ കിങ്ഡത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ഫ്രം മൊനേറ, പ്രോട്ടിസ്റ്റ എല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാവും യൂണിസെല്ലുലാർ പ്രോകാരിയോട്സ്. പക്ഷേ നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്സ് വിത്തൗട്ട് എനി എക്സെപ്ഷൻ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. When we move to the next point, all are heterotrophs, mostly holozoic. This is based on what? The mode of nutrition. Okay, എങ്ങനെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് അവർ സർവൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ന്യൂട്രീഷന്റെ ബേസിൽ നമുക്ക് ഇവരെ ഹെറ്ററോട്രോപ്സ് എന്ന് വിളിക്കാം. വി നോ ദാറ്റ് ബേസിക്കലി ദർ ആർ ഓട്ടോട്രോപ്സ്, ഹെറ്ററോട്രോപ്സ്. ഈ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ സ്വയം എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഈ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഭക്ഷണം ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ഓട്ടോട്രോപ്സ്. ബൈ യൂസിങ് കെമിക്കൽസ് ഓർ sunlight. Based on that there is chemoautotrophs, photoautotrophs. Chemoautotrophs എന്ന് പറഞ്ഞാൽ by breaking down of chemicals they are preparing their own food. Photoautotrophs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by using solar energy they are making food. Based on that we can divide it. Am I right? So that's separate. That is autotrophs. But in the case of heterotrophs, always the heterotroph organisms are depending upon other autotroph organisms. Like if you take one example, human beings, we all are heterotrophs because we comes under what? Kingdom Animalia. As I already mentioned, the members of Kingdom Animalia are heterotrophs. അപ്പോൾ നമ്മൾ ഹെറ്ററോട്രോപ്സ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ റൈസ് ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയുള്ള കോൺസെപ്റ്റ് അല്ല പറയുന്നത്. ഇപ്പം നമുക്ക് അരി എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അത് പ്ലാന്റ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നെല്ലിൻ്റെ മേലെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അരി കിട്ടുന്നത്. ഇപ്പം നമ്മളൊരു ടപ്പിയോക്ക അല്ലെങ്കിൽ കപ്പ കഴിക്കുകയാണെങ്കിൽ ആ കപ്പ എന്ന് പറയുന്നത് ആ ഒരു ടപ്പിയോക്ക ട്രീ അല്ലെങ്കിൽ ആ ഒരു മരം ഉണ്ടാക്കുന്ന അവരുടെ റിസർവ് ഫുഡാണ് നമ്മൾ ഈ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത്. സോ ടെക്നിക്കലി നമ്മളൊക്കെ എന്താണ് കള്ളന്മാരാണ് അല്ലേ. നമ്മൾ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്ലാന്റിൻ്റെ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർ സേവ് ചെയ്ത് വെച്ചാൽ അവരുടെ സമ്പത്താണ് ഈ പറഞ്ഞിട്ടുള്ള അരി ആയാലും അല്ലെങ്കിൽ കപ്പയായാലും കിഴങ്ങായാലും ഒക്കെ. അതൊക്കെ നമ്മൾ നല്ല കട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ അതർ ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ് ഫോർ ഗെറ്റിംഗ് ഫുഡ്. അപ്പോൾ അവർ ഓട്ടോട്രോപ്സും നമ്മൾ ഹെറ്ററോട്രോപ്സും ആയി. ഓക്കെ, അതാണ് ആ ഒരു കോൺസെപ്റ്റ്. അപ്പം ഈ ആനിമൽസ് ഒക്കെ എന്താണ്? ദേ ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് മോസ്റ്റ്ലി ഹോളോസോയിക്. ഓക്കെ, നമുക്ക് അതിലോട്ടൊക്കെ വരാട്ടോ ഡിസ്കസ് ചെയ്യാം. ആസ് എ തേർഡ് പോയിന്റ്, ദേ റീപ്രൊഡ്യൂസ് സെക്ഷുവലി. ഓക്കെ, ദാറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് വാട്ട് living, I mean animal organisms. Okay, animals, they are
sexually reproducing. So there is no asexual modes of reproduction എന്നാണ്. ഓക്കെ, അസെക്ഷൽ മോഡ്സ് ഇല്ല എന്നാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ആസ് എ ജനറൽ നമ്മൾ പറയുന്ന പോയിന്റ്സ് ആണ്. ഇതിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവാം. ചില ഫൈലത്തിലൊക്കെ നമ്മൾ പറയും അസെക്ഷൽ ഫോംസ് ഉണ്ട്, സെക്ഷൽ ഫോംസ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സ് എന്തായിരിക്കില്ല, ഇറ്റ് കനോട്ട് ബി അപ്ലിക്കബിൾ ഫോർ ഓൾ animals. Okay, so majority of the animals shows these features എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മൾ ഇപ്പം സീലൻട്രേറ്റിലൊക്കെ കയറിയാൽ ഫൈലം സീലൻട്രേറ്റ് വി വിൽ ഡിസ്കസ്. ഓക്കെ, ഈ ഫൈലം സീലൻട്രേറ്റിലൊക്കെ വരുമ്പോൾ അവിടെ എന്തുണ്ട്, asexual forms ഉണ്ട് എന്നർത്ഥം, അത് ഓർത്ത് വയ്ക്കുക. സോ ബേസിക്കലി ആസ് എ ജനറൽ ദേ മോസ്റ്റ്ലി റീപ്രൊഡ്യൂസ് ബൈ സെക്ഷൽ മീൻസ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് ഷോസ് ലോക്കോമോഷൻ. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ലോക്കോമോഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ആർക്കൊന്നും ഇല്ല. ആസ് എ ബേസിക്കലി ദ പ്ലാന്റ്സിനൊന്നും ലോക്കോമോഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ഇല്ല അല്ലേ. ഒരു ആക്റ്റീവ് ലോക്കോമോഷൻ അവർക്കൊന്നും ഇല്ല. ഒരു ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥാനത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറ്റം വരുന്നതിനാണ് ലോക്കോമോഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് മാറി നിൽക്കാൻ പറ്റും. സോ ദർ ക്യാൻ ബി എ മൂവ്മെന്റ് ബിറ്റ്വീൻ പോയിന്റ് എ ടു പോയിന്റ് ബി. ആ ഒരു ഓപ്ഷൻ ആർക്കില്ല, ഇത്തരം പ്ലാന്റ് പോലുള്ള ഓർഗാനിസത്തിന് ഇല്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആനിമൽസ്, ഐ റിപ്പീറ്റ്, മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് വിൽ ഷോ ലോക്കോമോഷൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മോസ്റ്റ് ഓഫ് ദാന്ന് ഞാൻ പറഞ്ഞത്, ഓൾ ആനിമൽസ് എന്ന് പറഞ്ഞിട്ടില്ല. ചില ആനിമൽസ് ആയാൽ പോലും ഇപ്പോൾ സീലൻട്രേറ്റ തന്നെ കയറി കഴിഞ്ഞാൽ, ഫൈലം സീലൻട്രേറ്റയിലുള്ള ഹൈഡ്ര പോലുള്ള ഓർഗാനിസം ഒക്കെ സെസൈലാണ്. അവിടെ രണ്ട് ടൈപ്പ് ഉണ്ട്, സെസൈൽ, ഫ്രീ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞിട്ട്. സെസൈൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ആൾക്കാർ, അവിടെ ലോക്കോമോഷൻ ചിലപ്പോൾ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അത്തരത്തിൽ ലോക്കോമോഷൻ കാണിക്കാത്ത ആനിമൽസും ഉണ്ട്. ഓക്കെ, പക്ഷേ മോർ ദാൻ 90% ഓഫ് ദ ആനിമൽസ് വിൽ ഷോ ലോക്കോമോഷൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. ദെൻ ലാസ്റ്റ് പോയിന്റ്, ന്യൂറൽ കോർഡിനേഷൻ. ഓക്കെ, ന്യൂറൽ കോർഡിനേഷൻ ഇസ് യുണീക് ഫീച്ചർ ഓഫ് the animals. Okay, except in sponges. Sponges എന്ന് പറയുന്നത് ആദ്യത്തെ ഫൈലമാണ്, ഫൈലം പോറിഫെറയാണ് നമ്മൾ കോമൺലി സ്പോഞ്ചസ് എന്ന് വിളിക്കുന്നത്. അത് വിട്ടിട്ട് ബാക്കി ഓർഗാനിസത്തിനൊക്കെ എന്തുണ്ട്, ബാക്കി ആനിമൽസിനൊക്കെ ന്യൂറൽ കോർഡിനേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് എന്നർത്ഥം. അപ്പോൾ അത്രയാണ് നമ്മളുടെ ഒരു ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ആനിമൽസിൻ്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടിപ്പിക്കൽ എന്തിലോട്ട് പോകണം, നമ്മുടെ ഫൈലത്തിലോട്ട് പോകണം. ആ ഫൈലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ടെക്നിക്കലി 11 ഫൈലമാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ 11 ഫൈലം. അപ്പോൾ എന്താ ഫൈലം, എന്താ കിങ്ഡം എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ലിവിംഗ് വേൾഡ് വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് അല്ലേ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. സ്പീഷീസ്, ജനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, ദെൻ കിങ്ഡം. ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ടായിരുന്നു, ടാക്സോണമിക്കൽ ഹൈറാർക്കി. അതിലെ കിങ്ഡം എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ഒരു സംഗതി നമ്മൾ ഓൾറെഡി 5 എണ്ണം ഉണ്ടെന്ന് പഠിച്ചു, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ അടിയിൽ വരുന്ന ഇനി പഠിക്കാനുള്ളത് ഫൈലത്തിനെയാണ്. ഈ ഫൈലം ഡിവിഷൻ എന്നുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഡിവിഷൻ സാധാരണ നമുക്ക് ഇതിൽ നമ്മൾ പ്ലാന്റ്സിനൊക്കെ അപ്ലൈ ചെയ്യുന്നതാണ്, ഫൈലം ആനിമൽസിന് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ഈ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന കിങ്ഡത്തിൽ 11 ഫൈലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, NCERT ബേസ്ഡ്. ഓക്കെ, ആ 11 ഫൈലും പഠിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഓർഡറിൽ തന്നെ ആ ഫൈലും കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. അത് ഫസ്റ്റ് അറ്റംപ്റ്റ്. കാരണം പല ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ഫീച്ചേഴ്സ് പഠിക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പം ആദ്യം പോറിഫറ പറഞ്ഞാൽ രണ്ടാമത്തത് സീലൻട്രേറ്റ് എൻ്റെ മനസ്സിലോട്ട് വരണം. അതിന് പകരം ടീനോഫോറ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും. അത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ ഓർഡറിൽ തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ തരുന്ന നോട്ട്, നമ്മളിപ്പോൾ ഇത് ക്ലാസ് കഴിയുമ്പോൾ നോട്ട് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ട്സും എന്തിൻ്റെ ബേസിലായിരിക്കും, ഈ പറയുന്ന ഒരു ഓർഡറിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ തന്നെ കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിച്ചൊന്ന് പഠിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായി പഠിക്കേണ്ട ഫൈലം എന്ന് പറഞ്ഞാൽ ഫൈലം പോറിഫെറ. ഓക്കെ, ഫസ്റ്റ് ഫൈലം ഈസ് ഫൈലം പോറിഫെറ, സെക്കൻഡ് സീലൻട്രേറ്റ, തേർഡ് ടീനോഫോറ, ഫോർത്ത് പ്ലാറ്റിഹെൽമിന്തസ്, ഫിഫ്ത്ത് ആഷിയൽമിന്തസ്, സിക്സ്ത് അനലീഡ, സെവൻത്ത് ആർത്രോപോഡ, എയ്ത്ത് മൊളുസ്ക, നയൻത്ത് എക്കൈനോഡെർമേറ്റ, 10th ഹെമികോർഡേറ്റ ആൻഡ് 11th കോർഡേറ്റ. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, പോറിഫെറ, സീലൻട്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷിയൽമിന്തസ്, അനലീഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോർഡേറ്റ, കോർഡേറ്റ. ഇതാണ് 11 ഫൈലം എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് തന്നെ കാണാതെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആ 11 ഫൈലത്തിൻ്റെ പേര് ഞാൻ എന്താ ഓർഡറിൽ തരുന്നിട്ടുണ്ട് സ്ക്രീനിൽ. അതെന്തായാലും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫൈലം എന്ന് പറയുന്നില്ല, പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. പോറിഫെറ, സീലൻട്രേറ്റ, ടീനോഫോറ അങ്ങനെ തന്നിട്ടുണ്ട്. അത് കഴിയുമെങ്കിൽ ആ നമ്പർ ഇട്ട ഓർഡറിൽ തന്നെ പഠിക്കാൻ നോക്കുക. കഴിയുമെങ്കിലല്ല, ഇറ്റ് മസ്റ്റ്. ഓക്കെ, യു ഹാവ് ടു സ്റ്റഡി ഇൻ ദാറ്റ് വേ. സോ അത്ര നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ആർ ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ ലോകത്തിലെ എല്ലാ ഓർഗാനിസത്തിനെയും ഡിവൈഡ് ചെയ്തിരുന്നു അല്ലേ, പ്രോട്ടിസ്റ്റ, ഫംഗ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ 5 കിങ്ഡമാക്കി, RH വിറ്റാഗർ 5 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ഡിവൈഡ് ചെയ്യാൻ അങ്ങേര് ആധാരമാക്കി എടുത്ത കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. താലസ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്
മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, അങ്ങനെ ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അവിടെ കുറച്ച് പോയിന്റ്സ് ബോട്ടണിൽ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഈ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള കിങ്ഡത്തിൽ വീണ്ടും നമുക്ക് ഡിവിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അത് പഠിച്ചത് ഓർമ്മയില്ല, എന്താ കിങ്ഡം എന്താ ഫൈലം എന്നൊക്കെ അറിയാലോ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു അല്ലേ. സ്പീഷീസ്, ജനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടാക്സോണമിക് ഹൈറാർക്കി പഠിച്ചിരുന്നു. അതിൽ ആ കിങ്ഡം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സെക്ഷനിൽ വരുന്ന ഒരു ഉള്ളിലാണ് നമ്മൾ 5 കിങ്ഡം ആക്കി പഠിച്ചത്. ഞാൻ കിങ്ഡം കഴിഞ്ഞ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈലും ഡിവിഷനൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ജനറലി നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞത് ആനിമൽസിന് അപ്ലൈ ചെയ്യാറില്ല ഡിവിഷൻ എന്നുള്ള വേർഡ്. നമ്മളവിടെ ഫൈലം എന്നുള്ള വേർഡാണ് ആനിമൽസിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ആനിമൽ കിങ്ഡത്തിൻ്റെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് 11 ഫൈലംസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ 11 ഫൈലത്തിൻ്റെ പേരാണ് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നേക്കുന്നത്. ഇനി എന്തിൻ്റെ ബേസിലാണ് ഈ 11 ഫൈലമാക്കി ഡിവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് ഈ ആനിമൽസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തത്, അതിൻ്റെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, ആദ്യത്തത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, രണ്ടാമത്തത് ബോഡി സിമ്മട്രി, ബോഡി പ്ലാന്, ജേം ലെയേഴ്സ്, നേച്ചർ ഓഫ് സീലോം, സെഗ്മെന്റേഷൻ, നോട്ടോകോഡ്. ഈ 7 സാധനങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് ഇത് മാത്രമല്ല, ഇതിന് മേലെ ഇനിയും ഉണ്ട്. അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം അതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ബേസിക് എന്ന് പറയുന്ന ഈ ഒരു 7 പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഈ ഒരു 7 പോയിന്റ്സിന്റെ ബേസിലാണ് ഈ മൊത്തം ആനിമൽസിനെയും നമ്മൾ വീണ്ടും 11 ഫൈലമായിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം: ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബോഡി സിമ്മട്രി, ബോഡി പ്ലാന്, germ layers, nature of coelom, segmentation and notochord. Okay, ഈ segmentation എന്ന് പറഞ്ഞത് മെറ്റാമറിസം എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. സോ മെറ്റാമറിസം ഓർ segmentation, then നോട്ടോകോഡ്. ഇത്രയാണ് ആ പോയിന്റ്സ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള 7 സംഗതിയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫൈലും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയങ്ങൾ ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ തന്നെ വീണ്ടും നമുക്ക് ഡിവിഷൻസ് ഉണ്ട്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം, പിന്നെ ഓർഗൻ ലെവൽ ഓഫ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ദെൻ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ദെൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇങ്ങനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജെം ലെയേഴ്സ് ആണെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക്, ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് കുറച്ച് സമയം എടുത്ത് ആ ഒരു സംഗതികൾ എന്താ ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഫൈലത്തിലോട്ട് കയറുമ്പോൾ, ഇപ്പോൾ ഞാൻ ഫൈലം പോറിഫറിനെ കുറിച്ച് പറയുമ്പോൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ളൊരു വേർഡ് പറഞ്ഞിട്ട് അവിടെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി കഴിഞ്ഞു. അത് എന്താ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ഫൈലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈം ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് ലെവൽ ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കാം. ആസ് ഐ ഓൾറെഡി മെൻഷൻഡ്, ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ തന്നെ വീണ്ടും ഒരുപാട് ടൈപ്സ് ഉണ്ട് അല്ലേ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു പ്രത്യേക ഓർഗാനിസത്തിന് മേ ബി അവർക്ക് ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. ഒരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ ഓർഗാനിസത്തിന് ഒരുപാട് ഫംഗ്ഷൻസ് അവരുടെ ബോഡിയിൽ നടക്കുന്നുണ്ടാവും. റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഡൈജഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, റീപ്രൊഡക്ഷൻ, സർക്കുലേഷൻ, ഇതൊക്കെ വേറെ ഫംഗ്ഷൻസ് ആണ്. പക്ഷെ അത് ചെയ്യുന്നൊരു പ്രത്യേക സെല്ലുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഒന്നുകിൽ ഒരു സെല്ല് മാത്രമായിരിക്കും ആ ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഒന്നിച്ച് നിന്നായിരിക്കും ആ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ബേസിലാണ് നമുക്ക് ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ ഫൈലം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഫൈലം പോറിഫറ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലം എടുത്തോളൂ. അവരൊക്കെ എന്താണ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ലെവൽ എന്താണ്, സെല്ലുലാർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സെല്ലിന് ഒരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കും ആ സെല്ലിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അത് മാത്രമല്ല വേറൊരു സെല്ലും അതിലോട്ട് വരത്തൂല്ല. ഓക്കെ, ഇപ്പം ഞാനെന്ന് പറഞ്ഞത് ഒരു സെല്ലാണ്, ഒരു സിംഗിൾ സെല്ലാന്ന് വിചാരിച്ചോളൂ. എനിക്ക് തന്നേക്കുന്ന ഡ്യൂട്ടി ഡൈജഷൻ എന്നുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രത്യേക ഓർഗാനിസത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ നിൽക്കുന്ന റൂം ഒരു ഓർഗാനിസം ആണെങ്കിൽ ഇവിടെ വേറെയും കുറേ ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അപ്പുറത്ത് ബാഗ് കിടക്കുന്നുണ്ട്, തൊട്ടടുത്ത് ടേബിൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോരോ സെല്ലാന്ന് കണക്കാക്കുക. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ റൂം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഓർഗാനിസം ആണെന്ന് കണക്കാക്കുക. എനിക്ക് തന്ന ഡ്യൂട്ടി എന്താണോ അതായിരിക്കും ഞാൻ ചെയ്യാം. ഓക്കെ, ബാഗിന് കൊടുത്ത ഡ്യൂട്ടി എന്താണോ അതായിരിക്കും ബാഗ് ചെയ്യുക. ടേബിളിന് കൊടുത്ത ഡ്യൂട്ടി എന്താണോ അതായിരിക്കും ടേബിൾ ചെയ്യുക. ഇപ്പോൾ ടേബിളിന് റെസ്പിറേഷൻ ആണെങ്കിൽ ടേബിളിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെല്ല് ടെക്നിക്കലി റെസ്പിറേഷൻ മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. എനിക്ക് കിട്ടിയിരിക്കുന്ന ഡൈജഷൻ ആണെങ്കിൽ ഞാൻ ഡൈജഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ വേറൊരു സെല്ലിൻ്റെ സഹായം എടുക്കുന്നില്ല. ഐ എം ഇൻഡിവിജ്വലി വർക്കിംഗ്. ഓക്കെ, അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? ഓക്കെ, അതായത് ഓരോ സെൽസും അതിൻ്റെതായ പ്രോപ്പർട്ടീസ് തനിയെ ചെയ്യുന്നു, വേറൊരു സെല്ലിനെ ഹെൽപ്പ് ഇല്ലാതെ. അത്തരത്തിലുള്ള ഓർഗാനിസമാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇത് എന്ന് പറഞ്ഞത് ഒരു ഡെവലപ്ഡ് ഫീച്ചർ അല്ല, ഒരു അണ്ടർ ഡെവലപ്ഡ് ഫീച്ചറാണ്. ഒരു വലിയ ഓർഗാനിസത്തിന് ഒരിക്കലും ഒരു വലിയ ഫംഗ്ഷൻ ഒരു സെല്ലിന് മാത്രം ചെയ്യാൻ കഴിയില്ല, ഒരുപാട് സെല്ലുകൾ വേണ്ടി വരും. ഇതൊരു ചെറിയ ഓർഗാനിസമാണ്. ഫൈലം പോറിഫറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ഫൈലം ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രോപ്പർട്ടി പഠിക്കാൻ നല്ല സുഖമാണ്. ഫൈലം പോറിഫറയുടെ എല്ലാ ഫീച്ചേഴ്സിൻ്റെ ഏറ്റവും ബേസിക് പ്രോപ്പർട്ടീസ് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പം
നമ്മൾ ഓരോ പ്രോപ്പർട്ടി 7 പ്രോപ്പർട്ടി പറഞ്ഞതിൽ ഏറ്റവും ബേസിക് കാര്യങ്ങൾ മാത്രമായിരിക്കും ഫൈലം പോറിഫെറയിൽ പഠിക്കാൻ ഉണ്ടാവുക. ഏറ്റവും ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഫൈലം പോറിഫെറയിൽ കാണുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം എന്താണ് ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. ഈ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് ഈ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഓക്കെ, റിപ്പീറ്റ്, എ ഗ്രൂപ്പ് ഓഫ് സെൽസ് who is having a common function. Okay, they are working together for a particular reason. Such group is called tissues. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് വെച്ചിട്ട് അവരെ സെല്ലാക്കി കണക്കാക്കാനും അവരുടെ ഫംഗ്ഷൻസ് വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ നമുക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഒരു എക്സാമ്പിൾ പറയാം. ഈ റൂം വീണ്ടും ഒരു ഓർഗാനിസം ആണെന്ന് തന്നെ കണക്കാക്കാം. ഇവിടെ വീണ്ടും ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട്. ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്, ഈവൻ ക്യാമറ ഉണ്ട്, ഇവിടെ ബാഗ് ഉണ്ട്, ബാക്കിൽ ബോർഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട്. ഇവരൊക്കെ സെല്ലുകളാക്കി കണക്കാക്കുക. ഇവർക്കൊക്കെ പ്രോപ്പർട്ടീസ് ഓരോ ഫീച്ചേഴ്സ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അഗൈൻ ഡൈജഷൻ എന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഞാൻ തനിയല്ല ഇവിടെ, എൻ്റെ കൂടെ വേറെയും 1-2 സെൽസ്, അല്ലെങ്കിൽ 1-2 എന്നല്ല, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയാണ് കേട്ടോ. വേറെ സെൽസ് ഇതേ ഫംഗ്ഷനുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ടേബിൾ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ടേബിളിനും സെയിം ഫംഗ്ഷനാണ് ഡൈജഷൻ. ഈ കൊടുത്തേക്കുന്ന ബോർഡിനും ഡൈജഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് കൊടുത്തേക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അപ്പുറത്ത് കിടക്കുന്ന ബാഗിനും അപ്പുറത്ത് കിടക്കുന്ന ചെയറിനും ഒക്കെ ചിലപ്പോൾ റെസ്പിറേഷൻ എന്നുള്ള ഫംഗ്ഷനായിരിക്കും കൊടുത്തത്. ഓക്കെ, ഇവരെ ബാഗ് ചെയർ എന്നൊക്കെ വിളിക്കേണ്ട ഒരു സെല്ലാക്കി കണക്കാക്കണം കേട്ടോ. അപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ആ ഫംഗ്ഷൻ ചെയ്യുന്നു. ഞങ്ങളിവിടെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഡൈജഷൻ എന്നുള്ള ഫംഗ്ഷൻ ചെയ്യണം. അങ്ങനെ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഒന്നിച്ചിരുന്നിട്ട് ഒരേ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഓർഗാനിസം ആണെങ്കിൽ അവരെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എന്താ ടിഷ്യൂ എന്ന് മനസ്സിലായല്ലോ, എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് മനസ്സിലായി, എന്താണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് മനസ്സിലായി. ഇനി അടുത്തത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്. അപ്പോൾ നിങ്ങൾക്ക് കാണല്ലേ, സെല്ലുലാർ ലെവലിന് കുറച്ചുകൂടി നല്ലൊരു വേർഷൻ ആയിരുന്നു ടിഷ്യൂ. ഒന്നിൽ കൂടുതൽ ഒരേ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ കൂടുതൽ ആക്യുറസി വരും അല്ലേ. പിന്നെ കുറച്ചുകൂടി മുകളിലോട്ട് പോകുമ്പോൾ അങ്ങനെ മേലോട്ട് പോകും തോറും കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഓർഗാനിസം ആവുന്നു എന്നർത്ഥം. അപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കഴിഞ്ഞ് മൂന്നാമത് വരുന്നതാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ടിഷ്യൂസ് ഒന്നിച്ച് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഓർഗൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആദ്യം എന്തായിരുന്നു? ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നിൽ കൂടുതൽ സെൽസ് ഒന്നിച്ച് നിന്നിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിനാണ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി ഒരുപാട് ടിഷ്യൂസ് കൂടി നിന്നിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിനാണ് ഓർഗൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു സിംഗിൾ സെല്ല് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ടിഷ്യൂസ് എടുത്തോളൂ. നമ്മളെ കൈയുടെ സ്കിൻ എന്ന് പറയുന്നതൊരു ടിഷ്യൂ അല്ലേ. സ്കിൻ എന്ന് പറയുന്നത് ടിഷ്യൂ ആക്കി എടുക്കുകയാണെങ്കിൽ സ്കിന്നെ ശരിക്കും ടിഷ്യൂ എന്ന് പറയാൻ പാടില്ല. അതിൽ വേറെയും ബ്ലഡ് വെസൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതല്ല, ഏറ്റവും ഔട്ടർ കവറിങ് എടുക്കുകയാണെങ്കിൽ ഒരു ടിഷ്യൂ ആക്കി എടുക്കാം. ഓക്കെ, സ്കിൻ ടിഷ്യൂ ആക്കി എടുക്കാം, ഏറ്റവും ഔട്ടർ കവറിങ്. ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ എക്സ്റ്റേണൽ പ്രോപ്പർട്ടീസ്, നമ്മൾ എക്സ്റ്റേണൽ എന്താ പറയുക, ഹാംഫുൾ ആയിട്ടുള്ള സംഗതികൾ നമ്മുടെ ബോഡീനെ രക്ഷിക്കുക എന്നുള്ള പണിയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള സെല്ലുകൾ, ഈ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് സെല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന പണി തന്നെയാണ് ആർക്കുള്ളത്? ഇവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ അവർ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് ഒരു ടിഷ്യൂ ആയിട്ട് മാറി ആ ടിഷ്യൂന് ഒരൊറ്റ ഫംഗ്ഷൻ. ഓക്കെ, അത്തരത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം നമ്മൾ പറയുന്നത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണല്ലോ. ഒരു പ്രത്യേക ഓർഗൻ എടുത്ത് ഹാർട്ട്, അതൊരു ഓർഗൻ ആണല്ലോ, ഒരു അവയവമാണ് അല്ലെ. ഓർഗൻ എന്ന് പറഞ്ഞാൽ അവയവം. അപ്പോൾ ഈ ഒരു ഹാർട്ടിനോട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഒരു ഓർഗനാണ്. അതിൽ തന്നെ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട്. എന്തായിരുന്നു ഓർഗന്റെ ഡെഫിനേഷൻ? ഒന്നിൽ കൂടുതൽ ടിഷ്യൂസ് ഒന്നിച്ച് ചേർന്നിട്ട് ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതാണ് ഓർഗൻ എന്ന് പറയുന്നത്. ഈ ഹാർട്ടിൽ നമുക്ക് എന്തൊക്കെ കാണാം? ഏറ്റവും പുറത്ത് എപ്പിത്തീലിയൽ ടിഷ്യൂ കാണാം, അതൊരു ടിഷ്യൂ അല്ലേ. ഹാർട്ടിന്റെ മേലെ കാണുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലേ, അതൊരു ടിഷ്യൂ ആണ്. ഈ ഹാർട്ട് എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടാക്കിയേക്കുന്നത് എന്തുകൊണ്ടാണ്? മസിൽ കൊണ്ടാണ്. അപ്പൊ മസിൽ എന്ന് പറഞ്ഞാൽ വേറൊരു ടിഷ്യൂ അല്ലേ. അപ്പൊ അവിടെ എപ്പിത്തീലിയൽ ടിഷ്യൂ വന്നു, മസിൽ വന്നു. ഇനി അതിൽ നമുക്ക് എന്ത് കാണാം? ബ്ലഡ് ടിഷ്യൂസ് കാണാം, ബ്ലഡ് വെസൽസ് കാണാം. ഓക്കെ, ബ്ലഡ് വെസൽസ് കാണാം, അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് കാണാം. ബ്ലഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലേ. നമ്മൾ അതൊക്കെ പഠിക്കും, ലോക്കോമോഷൻ എന്ന ചാപ്റ്ററിലൊക്കെ പഠിക്കും മുന്നോട്ട് പോകുമ്പോൾ. അതുപോലെ സ്ട്രക്ചർ ഓർഗനൈസേഷനിലൊക്കെ പഠിക്കും നമ്മൾ. ഈവൻ ബോഡി ഫ്ലൂയിഡ്സ് അങ്ങനെ ഒരുപാട് ചാപ്റ്റർ വരാനുണ്ട്, അപ്പോൾ അവിടെ പഠിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ടിഷ്യൂസ് ആണ്. ഇപ്പോൾ ബ്ലഡ് ആവട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ആവട്ടെ, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആവട്ടെ, മസിൽ ആവട്ടെ, ഈ ടിഷ്യൂസ് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന്. ഇപ്പോൾ ഈ ഹാർട്ടിന് എപ്പിത്തീലിയൽ ടിഷ്യൂ ഇല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, മസിൽ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് വെസൽ ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ എല്ലാവരും ഒന്നിച്ചുണ്ടായാൽ മാത്രമേ ഒരു ഫംഗ്ഷൻ നടക്കുള്ളൂ. എന്ത്? ഹാർട്ട് പമ്പിങ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ അവർ ഹാർട്ട് സർക്കുലേഷൻ എന്നുള്ള ഫംഗ്ഷനാണ് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അവരെന്താണ്? ഒരു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഹാർട്ടിന് മാത്രം കേട്ടോ, ഹാർട്ടിന് മാത്രം ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ അതാണ് എന്ത്? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടിഷ്യൂ ലെവൽ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു. ഓക്കെ, അപ്പം
ഇങ്ങനെ നമ്മൾ ബേസിക് ഫൈലത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡറിൽ നമ്മൾ മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരുടെ ഡെവലപ്മെന്റ് കാണും. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഫൈലം പോറിഫർ മാത്രം എടുക്കുക. ഈ ഫൈലം പോറിഫർ എടുക്കുമ്പോൾ അവിടുത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതേ ഫൈലത്തിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഫൈലം സീലൻഡ്രേറ്റ ടീനോഫോറ എന്ന് പറഞ്ഞ 2 ഫൈലത്തിലെത്തിയപ്പോൾ അവർക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഫൈലം പോറിഫറ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സീലൻഡ്രേറ്റ ടീനോഫോറ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. നേരെ നമ്മൾ പ്ലാറ്റിയൽമെന്തസിൽ എത്തിയപ്പോൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയി. ആഷ്യൽമെന്തസിലോട്ട് എത്തിയപ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി എല്ലാവരും എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള പറഞ്ഞു തരാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിലോട്ട് കയറുകയാണെങ്കിൽ 4ാമത്തെ ടൈപ്പ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം ഒന്നിൽ കൂടുതൽ ഓർഗൻസ് ഒന്നിച്ച് നിന്നിട്ട് ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുക. അതിനാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, ഒരുപാട് സെൽസ് ഒന്നിച്ച് നിന്നിട്ട് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ടിഷ്യൂ എന്ന് വിളിച്ചു. ഒന്നിൽ കൂടുതൽ ടിഷ്യൂസ് ഒന്നിച്ച് നിന്നിട്ട് വർക്ക് ചെയ്യണം ഒരു പ്രത്യേക ഫീച്ചറിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓർഗൻ എന്ന് വിളിച്ചു. അത്തരത്തിൽ ഒരുപാട് ഓർഗൻസ് ഒന്നിച്ച് നിന്നിട്ട് ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ ഓർഗൻ സിസ്റ്റം എന്ന് വിളിച്ചു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കിയേ, നമ്മളുടെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം എടുത്തോളും. ഓക്കെ, നമ്മുടെ മൂക്ക് എന്ന് പറയുന്നത് ഒരു ഓർഗൻ അല്ലേ, ട്രക്കിയ എന്ന് പറയുന്നത് ഓർഗൻ അല്ലേ, ലങ്സ് എന്ന് പറയുന്നത് ഓർഗൻ അല്ലേ. ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് ഒരു ഫംഗ്ഷൻ, റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നു അല്ലേ. ഇനിയിപ്പോൾ സർക്കുലേഷൻ ആണെങ്കിലും നമ്മളെ ഹാർട്ട് അത് ഡിഫറെൻറ്റ് മസിൽസിൻ്റെ സഹായത്തോടും വെസലിൻ്റെ സഹായത്തോടും കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് സംഗതികൾ. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്ത് നോക്കിയാൽ പെനിസ് എന്ന് പറയുന്നതും ടെസ്റ്റിസ് എന്ന് പറയുന്നത് വേറെ ഓർഗൻസ് ആണ്. അവർ ഒന്നിച്ച് നിന്നിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നു, റീപ്രൊഡക്ഷൻ എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓർഗൻസ് ഒന്നിച്ച് നിന്നിട്ട് മൾട്ടിപ്പിൾ ഓർഗൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഫംഗ്ഷൻ, അതിനെയാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ റെസ്പിറേഷൻ ആലോചിച്ചാൽ മതി. നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനും നമ്മുടെ ട്രക്കിയ എന്ന് പറഞ്ഞുള്ള ഓർഗനും അതുപോലെ തന്നെ നമ്മുടെ ലങ്സ് എന്ന് പറഞ്ഞ ഓർഗനും ഒക്കെ ഡിഫറെൻറ്റ് ഓർഗൻസ് ഒന്നിച്ച് നിന്നിട്ട് ഒരു പ്രത്യേക റീസൺ, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒന്നിച്ച് വർക്ക് ചെയ്യാണ്. ഇതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സിസ്റ്റം ലെവൽ ഓഫ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റം, ഒരു വലിയ ഹ്യൂജ് സിസ്റ്റം ഒന്നും നമുക്ക് ലോവർ ആനിമൽസിൽ കാണാൻ പറ്റില്ല. പോറിഫറിലൊന്നും സിസ്റ്റം ഇല്ല. അവിടെ എന്താണ്, ഒരു സെല്ലിന് ഒരു ഫംഗ്ഷൻ അത്രയേ ഉള്ളൂ. അവരെ പണിയെടുത്തിട്ട് പോകും. വേറൊരു ഫംഗ്ഷൻ എന്തായിരിക്കും, വേറെ സെല്ലിന് വേറെ ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടെ മേലോട്ട് പോയപ്പോൾ സീലൻഡ്രേറ്റ ടീനോഫോറ വന്നപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയി. അതായത് ഒരു ഫംഗ്ഷൻ തന്നെ ഒന്നിൽ കൂടുതൽ സെല്ലുകൾക്ക് അലോട്ട്മെന്റ് കിട്ടി. കുറച്ചുകൂടെ മേലോട്ട് പോയി പ്ലാറ്റിയൽമെന്തസ് എത്തിയപ്പോൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയി. അതായത് ഒരുപാട് ടിഷ്യൂസ് ഒന്നിച്ചേർന്നൊരു ഓർഗനായിട്ട് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആഷ്യൽമെന്തസ് മുതൽ മേലോട്ട് പോകും തോറും ഓർഗാനിസത്തിൻ്റെ സൈസ് കൂടുന്നു, അവരുടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോർഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഫൈലൊക്കെ എത്തുമ്പോഴത്തേക്കും, അതായത് നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഫൈലം കോർഡേറ്റ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉള്ള ആൾക്കാരാണ്. ന്യൂറൽ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഹെപ്പാറ്റിക് സിസ്റ്റം, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് കൂടിയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് നമ്മളൊക്കെ. ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഒന്നും നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഫൈലം പോറിഫറയിലുള്ള ഓർഗാനിസത്തിന് എടുത്തിട്ട് നമ്മൾ മുറിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് റെസ്പിറേറ്ററി സിസ്റ്റമോ ഡൈജസ്റ്റീവ് സിസ്റ്റമോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമോ ഒന്നും കാണാൻ പറ്റില്ല. കാരണം അവരൊക്കെ പ്രിമിറ്റീവ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, ഫൈലം കിൻഡം ആനിമാലിയയിലെ പ്രിമിറ്റീവ് ഫൈലംസ് ആണ് അവരൊക്കെ. ഓക്കെ, നമ്മൾ ഏറ്റവും മേലോട്ട് പോകുന്നതോറും കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസമായി മാറും, കോംപ്ലക്സ് ആയിട്ടുള്ള ഫൈലമായിട്ട് മാറും. അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ഈ ഒരു ഓർഡർ തന്നെ ഏറ്റവും താഴ്ന്ന മേലോട്ട് പോകുന്നതോറും സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അങ്ങനെ ടോപ്പിലോട്ട് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ പോറിഫറ സെല്ലുലാർ ആണ്, സീലൻഡ്രേറ്റ ടീനോഫോറ ടിഷ്യൂ ആണ്, പ്ലാറ്റിയൽമെന്തസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ആഷ്യൽമെന്തസ് മുതൽ മേലോട്ട് കോർഡേറ്റ വരെ എന്താണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇത്രയാണ് നമുക്ക് ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 30 മിനിറ്റ്സിന് മേലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ എടുക്കാം. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബോഡി സിമെട്രി മുതൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല വിചാരിക്കണം. ഓക്കെ, നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. ചാപ്റ്റർ കുറച്ച് ബോറിംഗ് ആണ്, ഇത്തിരി ഒരു ഇറിറ്റേഷൻ തോന്നിയേക്കാം നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ എടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കായിരുന്നു. ഇപ്പം നമുക്ക് ഒരു ഫെസിലിറ്റി ഇല്ലല്ലോ. സോ വി ഹാവ് ടു അഡാപ്റ്റ്. ഓക്കെ, സോ ഐ വിൽ കം വിത്ത് ദ നെക്സ്റ്റ് എപ്പിസോഡ് വിത്ത് ന്യൂ ഫീച്ചേഴ്സ് ലൈക്ക് നമ്മുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ബോഡി സിമെട്രി, ബോഡി പ്ലാനൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ടിൽ ദാറ്റ് സ്റ്റഡി വെൽ, ബൈ, താങ്ക് യു.